ആട് വഴി തടയുന്നുണ്ടോ? വഴി തടഞ്ഞാൽ ഇപ്പോൾ ആ സ്കൂട്ടർ വന്നപ്പോഴത്തേനും മാറിക്കൊടുത്തതാണ്. വേറെ കൊമ്പാണ് കേട്ടോ ഈ ഗോകർണം പശുക്കളുടെ കൊമ്പ്, ഭയങ്കര സംഭവമാണ്. അപ്പോൾ വന്ന വഴിയിൽ കണ്ടതാണ് ഗോകർണത്തെ ഉപ്പുപാടങ്ങളാണ് ഈ കാണുന്നത്, എൻ്റെ മുമ്പിൽ കാണുന്നത്. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നോക്കണം അങ്ങേ സൈഡിൽ കൂടെ വല്ല ഇറങ്ങിപ്പോകാൻ പറ്റുമോ. ഇതിലെ പോകുന്ന വഴികളൊക്കെ കാണുന്നുണ്ട്, നടപ്പാതകളാണ് കാണുന്നത്. ഇത് മുഴുവൻ ഇവിടുത്തെ ഉപ്പുപാടങ്ങളാണ്. വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്, ഉപ്പുവെള്ളം ബോർവെല്ലിൽ നിന്ന് അടിച്ച് കയറ്റിയിട്ട് അത് വറ്റിച്ച് ഉപ്പെടുക്കുന്ന രീതിയാണ്. ആ കിടക്കുന്നതൊന്നും മണലല്ല കേട്ടോ, ഉപ്പാണ്. കളറ് കുറവാണ് ഉപ്പിന്. ഈ ഉപ്പിന് കളറ് കുറവാണ്. ഇത് കൂടുതലും മീൻ കൃഷിക്കായിട്ട് കൊണ്ടുപോകുന്ന, മീനിൻ്റെ ഉണങ്ങുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന ഉപ്പാണ്. വേണ്ട ഉപ്പുപാടത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നത് കാണാം. പോകുന്ന വഴിയിൽ അവിടെ ഇറങ്ങാൻ പറ്റുമോയെന്ന് ഞാൻ നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത് ഇങ്ങനെയുള്ളൊരു രീതിയിലാണ്. ആ മലയുടെ അടിവാരത്ത് ഉപ്പുപാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സൂം ചെയ്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വൈബ്രേഷൻ കൂടുതലുള്ളത്. അപ്പോൾ ശരി, നമുക്ക് ഉപ്പുപാടങ്ങളിൽ നിന്നും മുമ്പോട്ട് ഗോകർണത്തേക്ക്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഗോകർണത്തോട്ടുള്ള യാത്രയിൽ നമ്മൾ ഉപ്പുപാടങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. എൻ്റെ രണ്ട് സൈഡിലും ഉപ്പെടുക്കാൻ വേണ്ടി കയറ്റിയിട്ടിരിക്കുന്ന വെള്ളമാണ് കാണുന്നത്. ഇടതുവശത്തും വലത്തുവശത്തും അത് തന്നെയാണ് കാണുന്നത്. ഇതാ ഇവിടെ ഉപ്പൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം. കുറച്ചെങ്കിൽ വണ്ടി ഒന്ന് സൈഡാക്കാൻ പറ്റുന്ന സ്ഥലം കിട്ടുവാണ്, ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ രാമേശ്വരം പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഉപ്പുപാടങ്ങളാണ്. പക്ഷേ ഈ ഉപ്പ് ഒരിച്ചിരി വെളുപ്പ് കുറവാണ്. പക്ഷെ അവിടുത്തെ ഉപ്പിന് നല്ല വെളുപ്പാണ്. ഇവിടെ ഒരു മഞ്ഞപ്പ് കൂടിയ ഉപ്പാണ് ഇവിടെ കിട്ടുന്നത്. ധാരാളം ഉപ്പുപാടത്ത് ഇങ്ങനെ ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അത് നമുക്ക് ഇവിടെ ഒന്ന് സൈക്കിൾ ഒതുക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഉപ്പ് വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന കേട്ടോ. ഈ വെള്ളം ഇനി വറ്റിയിട്ട് വേണം ഉപ്പാകാൻ. ഇത് കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഉപ്പുപാടം. ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നതുണ്ടോ. ഇത് ഉപ്പ് വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. ഇതിനി ഉണങ്ങിയിട്ട് വേണം അതുപോലെ ഉപ്പായി കിട്ടാൻ. അങ്ങറ്റത്തൊക്കെ ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നതുണ്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ ഉപ്പുപാടങ്ങളാണ്. ഇത് വെള്ളം കോരിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഉപ്പ് കോരിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. നല്ല ലവണാംശമുള്ള വെള്ളമാണ് ഇവിടെ. ഉപ്പിൻ്റെ നല്ല ലവണാംശമുള്ള സ്ഥലമാണ്. അത് ബോർവെല്ലിൽ നിന്നാണ്. വെള്ളം അടിച്ച് കയറ്റിയാണെന്ന് തോന്നുന്നു ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കണ്ടത്, ധനുഷ്കോടി ഭാഗത്ത് കണ്ടത് അങ്ങനെ ചെയ്യുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നേരെ വെള്ളം കയറ്റുകയെന്ന് തോന്നുന്നു. അവിടെ കുളങ്ങളൊക്കെ ഉണ്ട്, കുളങ്ങളിൽ നിന്നും വെള്ളം കയറ്റുകയെന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും അതെ കേട്ടോ, വലത്തുവശത്തും ഇടത്തുവശത്തും അതെ. ഈ നദിയിൽ നിന്നാണ് വെള്ളം കയറ്റി വിടുന്നത് കേട്ടോ. നദിയല്ല, ഇവിടം വരെ ഉള്ളൂ. അത് കെട്ടി അടച്ചിരിക്കുകയാണ്. ഉപ്പ് ഇതാക്കാൻ വേണ്ടി മാത്രം കെട്ടി അടച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തെ ഇവിടുന്ന് വലത്തോട്ടാണ് ഗോകർണം എന്ന് തോന്നുന്നു. ബോർഡൊന്നും കാണുന്നില്ല. തുന്ത്രി ഗോകർണം. ഇവിടെ ഇച്ചിരി ഇരുന്നിട്ട് പോകാം. ഒരല്പം നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. അപ്പോഴത്തെ നമ്മൾ ഗോകർണത്തേക്ക് പോകുന്ന വഴിക്കാണ്. ഇത് ഉപ്പളമാണ്. അതായത് ഉപ്പ് വെള്ളം കയറ്റിയിട്ടിട്ട് അത് വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു ഫാക്ടറിയാണിത്. ഇതുണ്ട്, ആ പഴുതായിട്ടൊക്കെ മൂടിയിട്ടിരിക്കുന്ന ഉപ്പ് മൂടിയിട്ടിരിക്കുന്നതാണ്. ഇപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ട് ഉപ്പ് മൂടി പഴുതായിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഈ വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതെല്ലാം ഉപ്പ് പറ്റിച്ചെടുക്കാനുള്ള വെള്ളമാണ്. വെള്ളം പറ്റിച്ചാണ് ഉപ്പ് എടുക്കുന്നത്. ആ സൈഡിലൊക്കെ എൻ്റെ ഇടത്തെ വശത്തൊക്കെ ഉപ്പ് ഇങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ട്. അങ്ങേ സൈഡിലെല്ലാം കാണാം. നമ്മൾ വരുന്നത് തേണ്ട ആ കാണുന്ന ഈ ഉപ്പ് നിർമ്മിക്കുന്ന ഈ പാടത്തിൻ്റെ തൊട്ടപ്പുറത്ത്, ഉപ്പുപാടത്തിൻ്റെ തൊട്ടപ്പുറത്തെ വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനെ വന്ന് ഇതിൻ്റെ നടുവിലൂടെയുള്ള ഒരു ബണ്ടിലൂടെ നമ്മളിങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടെ കയറി ഈ കുന്ന് കയറി ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഗോകർണത്തേക്കുള്ള വഴി. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇനി ഒരു വലിയ ഇറക്കം ഇറങ്ങുകയാണ്. ആ ഇറക്കം ഇറങ്ങി കടപ്പുറത്തോട്ട് ചെല്ലുകയാണ്. അവിടെയാണ് ഗോകർണം. ഇടയിൽ ഒരു ചെറിയ മലയും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ. അപ്പോൾ അത് കുഞ്ഞ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ധാരാളം യൂറോപ്യൻസ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ കുഞ്ഞിത് ഇവിടെ ഒരു തണലത്ത് കുഞ്ഞിനെ വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരമായിട്ട് താഴെയായിരുന്നു. താഴെയുള്ളൊരു ജംഗ്ഷനിൽ ഈ ഉപ്പ് കളത്തിൻ്റെ ആ ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഗോകർണത്ത് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ എവിടെയെങ്കിലും ആൾട്ടാകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഉച്ച നേരമാണ്. ഇനിയിപ്പോൾ ഗോകർണം അമ്പലത്തിൽ ചെന്നാൽ ചിലപ്പോൾ ഫുഡ് കിട്ടിയെന്നിരിക്കും. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. അപ്പോൾ അതെ നമ്മുടെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണത്. അതുകൊണ്ട് ഈ കയറ്റം കയറിയാണ് ഇങ്ങനെ വരുന്നത്. ഉപ്പിൻ്റെ ആ പാടത്തുനിന്ന്, ഉപ്പുപാടത്തുനിന്ന് വളരെ മനോഹരമായ കാഴ്ച. ഉപ്പുപാടം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. കണ്ടാൽ കായലാണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. പാടത്തേക്ക് വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതാണ്. അത് മോട്ടർ വെച്ച് ഇവിടെ തോടുണ്ട്. അവിടുന്ന് കടലിൽ നിന്ന് കയറി വരുന്ന പൊടി അവിടുന്ന് വെള്ളം അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉപ്പിന് ഭയങ്കര കാഠിന്യമുള്ള ഉപ്പാണ്. അതുകൊണ്ടാണ് ഈ വെള്ളം, അതുകൊണ്ടാണ് ഇത് കൂടുതലും ഉപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ശരി, നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഇനി ഗോകർണത്തേക്കൊരു 2.5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചവിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ചവിട്ടി നമ്മളങ്ങ് നീങ്ങുകയാണ്. ഇപ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ തന്നെ ഞാൻ തിരിച്ചു വരണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കയറ്റമിറക്കമൊക്കെ ആയതുകൊണ്ട് ഇന്നൊരു 20-25 കിലോമീറ്റർ ചവിട്ടി എവിടെയെങ്കിലും പോയി ആൾട്ടാകാമെന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും കടത്തന്നെ വല്ലതും കിടക്കാം. ചാർജിങ്ങിൻ്റെ കാര്യമൊക്കെ നാളെ തീരുമാനിക്കണം. ഇപ്പോൾ ഇവിടെ വല്ലയിടത്തും ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാർജ് ചെയ്യണം. അല്ലേ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ആൾട്ടാകണം. കാരണം ഇവിടെ അടുത്തൊന്നും പെട്രോൾ പമ്പില്ല. തൊട്ടടുത്ത് കടലുണ്ടെങ്കിലും ശരി, ഇവിടെ മീൻ കൂട്ടിയുള്ള ഊണിന് ഭയങ്കര വിലയാണ്. രാവിലത്തെ ഭക്ഷണം ശരിയാവാത്തതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. രാവിലത്തെ ഭക്ഷണം അങ്ങോട്ട് ഉടുപ്പിൽ നിന്നായിരുന്നു കഴിച്ചത്. അത് ആരും ഉടുപ്പില്ലാത്ത വലിച്ച പരിപാടി കഴിക്കും. കാശ് പോയത് മിച്ചം. ഈ ജന്മത്തിൽ ഞാൻ ഉടുപ്പി ഹോട്ടലിൽ കയറിയതാ. പച്ചക്കറി എന്ന് ചോദിച്ചാൽ ശരി, ഉടുപ്പി ഹോട്ടലിൽ കയറിയെന്ന് തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഒരു പരിപാടി തുടങ്ങണം. സലാഡിൻ്റെ പണി തുടങ്ങണം. എന്നാലേ ഉള്ളൂ ജീവിക്കാൻ പറ്റും. ഇച്ചിരി സലാഡിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. എന്നിട്ട് ഉണ്ടാക്കുക, തൂക്കിയിടുക. ഇന്ന് വൈകിട്ട് കുറേ ദിവസമായില്ല കുക്ക് ചെയ്തിട്ട്. ഇന്ന് വൈകിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോഴത്തെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഗോകർണം ബീച്ചിൻ്റെ ഒരു കാഴ്ചയാണിത്. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഇതുണ്ടോ, ഒട്ടകത്തെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നുണ്ടോ. അതോടൊപ്പം തന്നെ കുതിരയും വരുന്നുണ്ട്. അപ്പോൾ കുതിര സവാരിയും ഒട്ടക സവാരിയും ഒക്കെ ഉള്ള ഒരു ബീച്ചാണിത്. അതുപോലെ തന്നെ ബോട്ടുകളിലുള്ള സവാരിയും ഈ ബീച്ചിലുണ്ട്. നമ്മൾ മുൻപ് പോയ ബീച്ചുകളിലെ പോലെ തന്നെ ഉള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ അങ്ങേ മൂലയ്ക്കും ഇങ്ങേ മൂലയ്ക്കും. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലായിടത്തും കൊണ്ടുവന്ന് വെക്കുന്ന പരിപാടിയില്ല. ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. കാരണം വരുന്നവർക്ക് കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള പല ബോട്ടുകളൊക്കെ അങ്ങോട്ട് ഇറക്കി ആൾക്കാർക്ക് യാത്രയ്ക്ക് പോകാൻ പറ്റും. ഗോകർണം ബീച്ചിൻ്റെ ഒരു തെക്കേ വശമാണിത്. അവിടെ മുഴുവൻ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെയാണ്. ആ സമയത്ത് തന്നെ കുഞ്ഞി ഇവിടെ നിൽപ്പുണ്ട്. അവൾ ഈ ഒട്ടകത്തെയൊക്കെ കണ്ട് ഒട്ടകവും കുഞ്ഞിയൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. യോ 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 ഹൈ
അതിനിടയ്ക്ക് അവളൊരു ഓട്ടോ ഓടിയതാണ്. ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് നിന്നോളൂ. ഇതുണ്ടോ വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ടോ കേട്ടോ. ഇത് അവിടെ ഒരു കുതിര, 2 ഒട്ടകം. ഇത് രാജസ്ഥാൻകാരാണ് കേട്ടോ, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതിയെ നീങ്ങുകയാണ്. ഇന്നൊരു 10 കിലോമീറ്ററോടെ തിരിച്ച് ചവിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഒരു കിടക്കാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് മാറി ആ അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് പതിയെ അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങ് അറ്റം വരെ ഒന്ന് നടക്കണമെന്നുണ്ട്. അവിടെ നന്നായിട്ട് തിരയടിച്ചിങ്ങനെ കല്ലെ തട്ടിയിട്ട് നല്ല രീതിയിൽ ഇത് മഴവില്ല് പോലെ പറക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ അങ്ങ് വരെ ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗോകർണത്തെ ഇവിടെ മഹാഗണപതിയുടെ ഒരു ടെമ്പിളാണിത്. ശ്രീ മഹാഗണപതി ടെമ്പിൾ. ഇവിടെ ഒരുപാട് സുവനീറുകൾ വിൽക്കുന്ന കടകൾ കാണാം. എല്ലാം പിത്തളയിലും വെള്ളിയിലുമൊക്കെ ചെയ്തതാണ്. പിത്തളയുണ്ട്, ചെമ്പുണ്ട്, അങ്ങനെ പല ലോഹങ്ങളിൽ ചെയ്തിരിക്കുന്ന വിശിഷ്ടമായ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളാണിതൊക്കെ. ചെറിയ വിലകളേ ഉള്ളൂ, 180, 300 ഒക്കെ വിലകളുള്ളൂ. അപ്പോൾ ഇതെല്ലാം അത്തരം കടകളാണ്. ഇതാ ഇവിടെ ഒരു വലിയ ശിവലിംഗ പ്രതിഷ്ഠ കാണാം. ഇത് പഴയ ഒരു രഥത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടുത്തെ രഥഘോഷയാത്രയാണ്. അഗ്രഹാരങ്ങളുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ രഥഘോഷയാത്രയാണ്. അതിൻ്റെ പഴയ രഥത്തിൻ്റെ ഭാഗങ്ങൾ അഴിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗണപതി ക്ഷേത്രം. അത് 5:30-ക്ക് ശേഷമേ ഉള്ളൂ ഇനി പൂജകളും കാര്യങ്ങളുമൊക്കെ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനത്തെ തേരുകളാണ് ഇരിക്കുന്നത്. ധാരാളം തേരുകൾ ഈ ചെറിയ ഭാഗത്തൂടെ ഉരുട്ടിക്കൊണ്ട് പോയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ നടത്തുന്നത്. ഇത് ഗണപതി ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ഉപക്ഷേത്രങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇവിടെ ടാറ്റു കുത്തുന്നതും മറ്റ് പൂജാ സാധനങ്ങൾ വിൽക്കുന്നതും മറ്റൊരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് മൊത്തം. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. ഇതൊക്കെ പെർമനൻ്റ് കടകളാണ് കേട്ടോ, താൽക്കാലിക കടകളല്ല. A to Z സാധനങ്ങൾ വിൽക്കപ്പെടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഐസ്ക്രീം അങ്ങനത്തെ കടകൾ, പിന്നെ ബാഗുകൾ, പിന്നെ ഒരു ഗോവൻ സ്റ്റൈല്, അതെല്ലാം ഇവിടെയുമുണ്ട്. പിന്നെ ഈ ശില്പങ്ങളൊക്കെ കൊത്തി കൊടുക്കുന്ന സ്ഥലങ്ങളാണിത്. സ്വർണം വെള്ളിയിലൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടുത്തെ വലിയ തേരിൻ്റെ അടുത്തെത്തി. ഇതാണ് ഇവിടുത്തെ വലിയ തേര്. ബാക്കിയുള്ള തേരുകളൊക്കെ അതിലും വലിയ തേരുണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ടോ, ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ്. ഇതാണ് വലിയ തേര്. ഇവിടുത്തെ ഗണപതിയുടെ വിഗ്രഹമാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നന്ദിയുടെ 2 രൂപങ്ങളുണ്ട്. നിറയെ ചിത്രപ്പണികളോടുകൂടിയ ഒരു തേരാണിത്. ഹംപിയിലെ ഏറ്റവും വലിയ തേരാണിത്. ഏറ്റവും പഴക്കമുള്ള തേരാണ്. ദൈവത്തിൻ്റെ രഥം. ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് തേണ്ട ആ മടക്കി വെച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഭാഗങ്ങളിൽ ഇട്ടിട്ട് അത് ഉയർത്തിയിട്ട് ഇതുപോലെ കൊടിതോരണങ്ങൾ അലങ്കരിക്കും. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇനിയും അതിൻ്റെ ഭാഗങ്ങളുണ്ട്. അപ്പം ഇത്രയും ഭാഗമാണ്. അതുകൊണ്ട് ഈ തേരിൽ കാണുന്ന ഒരു 1/3 ഭാഗം പോലും ആയിട്ടില്ല. അത് ബാക്കിയുണ്ട്. ഇതാണ് പണ്ട് കാലത്ത് ഈ വഴികളിലൂടെ ആ തേരുകളൊക്കെ വലിച്ചുകൊണ്ട് പോയിരുന്നതാണ് ആളുകൾ.
ഈ ചെറിയ സ്ഥലത്തൂടെ നൂറുകണക്കിന് ആളുകൾ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ തേര്. അതിൻ്റെ ഊടാണിത്. ഉരുളാതെ ഊട് വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഊടുകളാണത്. വെയിലടിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടി തടിയാണിത്. ചക്രങ്ങൾ തടിയാണ്, പൊട്ടാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഉള്ളിലല്ല വെളിഭാഗം, അതായത് ഉൾഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. വെളിയിലേക്ക് നടക്കുകയാണ്. ഇവിടെയും കാണാൻ പറ്റുന്നത് സുവനീർ കടകളാണ്, കൂടുതൽ സുവനീർ കടകളാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ നാട്ടിലുള്ള ആൾക്കാരുടെ വീടുകൾ ഇതിൻ്റെ ഉള്ളിലാണ്, കട വെളിയിലും. അങ്ങനെ ഇവിടെ തന്നെ രണ്ടും ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കടകൾ കൊണ്ടുള്ള ജീവിതങ്ങൾ തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഈ ഭാഗത്താണ് കാണിക്കുന്നത്. ഇതുണ്ട്, ആൽമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവർ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇത് മുഴുവൻ ഈ ഗസ്റ്റുകളെ സ്വീകരിക്കാനുള്ള സ്ഥലങ്ങളാണ് മുഴുവനായിട്ടും. ഇനി ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇഷ്ടം പോലെ റെൻ്റ് ബൈക്ക് ഷോറൂമുകളുണ്ട്. നിറയെ റെൻ്റ് ബൈക്ക് ഷോറൂമുകളാണ്. 350 രൂപ തൊട്ട് റെൻ്റ് ബൈക്കുണ്ട്. ഇതാ കാണുന്നത് ഒരു മഠമാണ് കേട്ടോ. ഈ വഴിയുടെ എല്ലാ ഭാഗത്തും ക്ഷേത്രങ്ങളും മഠങ്ങളുമാണ്. ഇതാ കാണുന്ന ഒരു മഠമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം കൂടി നടന്നു പോയിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും 5:30 ആകുമ്പോഴേ ഉള്ളൂ അമ്പലം തുറക്കത്തുള്ളൂ. ആ സമയത്ത് ഉള്ളിൽ കയറാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം അവിടെയൊക്കെ ധോത്തി ഉടുത്തേ ഉള്ളൂ, അതായത് മുണ്ടെടുത്ത് മാത്രമേ ഉള്ളൂ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ. നമ്മുടെ കയ്യിൽ ആ സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. നമ്മൾ ഗോകർണത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഗോകർണ അമ്പലത്തിന് മുമ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ അവിടെ ഒരു മഠത്തിൻ്റെ സൈഡിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ഗോകർണത്തേക്കുള്ള ആളുകൾ വരുന്നത് കാണാം. ഇതാണ് ഗോകർണ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ്. രാവിലെ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. ഇന്നലെ നമ്മളിരുന്ന മഠമാണിത്. ഗോകർണത്തെ അഗ്രഹാര തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. പതിയെ മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെയല്ല, പുറകോട്ട് മുഴുവൻ റൂമുകളുള്ള വീടുകളാണ്. ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൻ്റെ സമീപമാണ് എത്തിയിരിക്കുന്നത്. മഹാഗണപതിയുടെ ക്ഷേത്രമാണ് എൻ്റെ മുൻപിൽ കാണുന്നത്. ഗണപതി ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത പെട്രോൾ പമ്പ് പിടിക്കണം രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാൻ. താഴെ കിടന്നടിക്കുന്ന വെച്ചാണ് പോകുന്ന സമയമാണ്. ഇവിടെ പ്രധാനമായി പൂജാതി കർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ആളുകൾ. അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഈ മഠങ്ങളിലെല്ലാം ഉള്ള
ആളുകളാണ് ഈ പോകുന്നത്. എൻ്റെ മുമ്പിൽ ഒരു കാരണവർ പോകുന്നുണ്ട്. ഈ മഠത്തിലെ ആളുകളാണ്. സൈക്കിളുകാർക്കെതിരെ വേണമെങ്കിലും പോകാൻ. എക്സിറ്റ് മെയിൻ റോഡ് 1 വേ.